ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള ജോലികളാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. പിന്നെ അപ്പത്തിന് മാവ് റെഡിയാക്കി അതും വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. വെള്ളയപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ മാവൊക്കെ നല്ലപോലെ പുളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിൽ ഞാൻ ഇന്നലെ ഉപ്പിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുള്ളൂ രാവിലെ എടുക്കാൻ നേരത്ത്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ആ നേരത്തിന് ഞാൻ ചെറുപയർ വേവിക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് ചെറുപയർ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ആദ്യമേ തന്നെ കറിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെറുപയർ ഉള്ളിയും മുളകൊക്കെ മുട്ടിച്ച് കുത്തി കാച്ചി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ചാറോട് കൂടിയാണ് ചെറുപയർ കറിയാക്കി എടുക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. ഇവിടെ രണ്ടു പേർക്ക് നല്ല ഡ്രൈ ആയിട്ടിരുന്ന ഇഷ്ടമാണ്. ഒരാൾക്കാണെങ്കിൽ കുറച്ച് ചാറ് വേണം. അപ്പോൾ മൂത്ത ആൾക്ക് ഇച്ചിരി ചാറുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് അവൻ്റെ ഇഷ്ടത്തിന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ചാറാക്കിയിട്ടാണ് എടുക്കുന്നത്, കുറച്ചൊരു ചാറാക്കിയിട്ട്. പിന്നെ ഇതൊന്ന് വറ്റി വരണ നേരം കൊണ്ട് ഞാൻ പോയിട്ട് ഒരു വാഴയുടെ ഒരു ചെറിയ വാഴക്കൈ വെട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് വെച്ചിട്ടാണ് ചട്ടിയിൽ എണ്ണ തൂക്കാറ്, ഞാൻ കാണിക്കാറുണ്ടല്ലോ. അപ്പോഴത്തേനും കറിയൊക്കെ ആവശ്യത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് തീ ഓഫ് ചെയ്തിട്ടിട്ട് അപ്പം ചുടാനായിട്ട് പോന്നു. അങ്ങനെ ചട്ടിയിൽ എണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ സ്ഥിരം ചുട്ടുകൊണ്ടിരിക്കുന്ന ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ക്ലാസ്സുള്ള ദിവസമാട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറികളൊക്കെ അതും ആക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. എല്ലാം കൂടി ആകുമ്പോഴത്തേനും ഒരുപാട് ടൈം പോകും. പിന്നെ മക്കൾക്ക് കറക്റ്റ് സമയത്തിന് പോകാൻ പറ്റില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പോകാനുള്ള ആൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർ ധൃതി വയ്ക്കണ്ട കേട്ടോ, അത്ര മതി വീഡിയോ എടുത്തത്, വേഗം താന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവരൊക്കെ കഴിച്ച് എല്ലാവരും സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഉച്ചയ്ക്കത്തേക്കാട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറികൾ ഫ്രിഡ്ജിലുണ്ടായി. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ട് ഒരു ചെറിയ അവിയൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മീനുണ്ടായത് ഞാൻ മസാലയൊക്കെ പുരട്ടി അതും വെച്ചിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിയലൊക്കെ ഇപ്പം ഉണ്ടാക്കി, അതൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ മീനാണെങ്കിൽ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അതും ചട്ടിയിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു 3:30 ആയ സമയത്താട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ചെടികൾ നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ചെടികൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് ഒരു കാർപോർച്ചിൻ്റെയൊക്കെ ഒരു തിണ്ടയിലായിട്ട് ഞാൻ വെച്ചേക്കുന്ന ചെടികളാട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ഞാൻ അവിടെയും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഇതെനിക്ക് 1.5 പണിയാട്ടോ ഇതെല്ലാം നനച്ചെടുക്കൽ. അപ്പോൾ ഇത് നനയ്ക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറോളം എൻ്റെ പോവാറുണ്ട്. കാരണം മുൻവശത്തും പുറകുവശത്തും എനിക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ ഞാൻ ചെടി വെച്ചിട്ടുണ്ട്. ചെടി മാത്രമല്ല, ടെറസിൻ്റെ മുകളിലുണ്ട്, അവിടെയും ചെടികളും പച്ചക്കറിയും ഒക്കെ നട്ടു വെച്ചേക്കാണല്ലോ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ നനച്ചു കൊടുക്കണം. വേനൽക്കാലത്ത് നോക്കിയില്ലെങ്കിൽ, ഒരു ദിവസം നനച്ചില്ലെങ്കിൽ തന്നെ എല്ലാം ഉണങ്ങിപ്പോകും കേട്ടോ. മഴക്കാലത്താണെങ്കിൽ നല്ല സുഖമാണ്, എല്ലാവരും സന്തോഷമായിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്നോളും. പക്ഷേ വേനൽക്കാലത്ത് ഇത് നല്ലൊരു പണിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു സമയവും പോവും. പക്ഷേ ഇതെൻ്റെ ഭയങ്കര സന്തോഷങ്ങളിൽ പെട്ടൊരു കാര്യമായിട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ പോയി നനച്ചൊക്കെ വന്നിട്ടുണ്ട്.
പിന്നെ ഒരു 5 മണി 5:30 ആയപ്പോഴാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടി ഞാൻ സിറ്റൗട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രൂട്ടി ബ്രെഡ് ഉണ്ടായി, അപ്പോൾ അതാണ് എടുത്ത് വെച്ചേക്കണത്. അതിനകത്ത് സാധാരണ ടൂട്ടി ഫ്രൂട്ടിയാണ് കിടക്കാറ്, ഇന്നിപ്പോൾ കറുത്ത മുന്തിരിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് കറുത്ത പോലെ കളർ കാണുന്നത്. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിക്കാനായിട്ട് പോയി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.